ഓണം കഴിഞ്ഞെങ്കിലും ഓണം ദിവസത്തെ തലേ ദിവസവും തിരുവോണം. ആ ദിവസം ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് കാണിക്കാം. തിരുവോണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസം വെളുപ്പിനെ പോയി പൂക്കളൊക്കെ പറിച്ച് വയ്ക്കും. ഞങ്ങൾ അവിടെ അത്തപ്പൂ ഇടുന്നത് ഞങ്ങൾ പറിക്കുന്ന പൂക്കളായിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുക. പിന്നെ അവിടെയൊക്കെ വലിയ അത്തങ്ങളൊക്കെ ഇടുന്നത് ബാലൻസ് നമുക്ക് കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ചിട്ടായിരിക്കും നമ്മൾ അത്തം ഇടുക. പിന്നെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഓൾട്ടർ ചെയ്യാനുണ്ടെങ്കിൽ തലേ ദിവസം അത് ചെയ്ത് വയ്ക്കും. ഇപ്രാവശ്യം മെഹന്തിയും കൊണ്ടുവന്ന് അങ്ങനെ ചക്കര മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വെളുപ്പിനായിരിക്കും അത്തം ഇടുക. അപ്പോൾ ഞാൻ എഴുന്നേക്കാനായിട്ട് കുറച്ച് ലേറ്റായി. ഞാൻ വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് കഴിയാറായി. എങ്കിൽ പോലും ബാലൻസൊക്കെ ഹെൽപ്പൊക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ പോയി കുളിച്ച് റെഡിയായിട്ട് അമ്പലങ്ങളിലൊക്കെ പോകും. അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ നടന്നു പോകാൻ പറ്റുന്ന അമ്പലങ്ങളിൽ നടന്നു പോയിട്ട് ഓരോ അത്തങ്ങൾ കണ്ടിട്ട് കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കും. മുഖവർ ക്ഷേത്രത്തിൽ എല്ലാ പ്രാവശ്യവും ഊഞ്ഞാലുണ്ടാവും. അത് നമ്മൾ മസ്റ്റായിട്ട് ആടിയിരിക്കും. വെയിറ്റ് ചെയ്ത് കുട്ടികളെ നടി ഉണ്ടാക്കി വെയിറ്റ് ചെയ്ത് നമ്മൾ ഊഞ്ഞാലാടിയിട്ട് പിന്നെ ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും. വീട്ടിൽ വരും, സദ്യ ഉണ്ടും, ഈവനിങ് ഓണപരിപാടി എന്തെങ്കിലും കാണും, അതൊക്കെ പോയി കാണും. അത്ര തന്നെ ഉള്ളൂ. ബൈ.